സാധാരണ നിലയിൽ മനുഷ്യശബ്ദം കേട്ട് ശീലിച്ച മനുഷ്യർക്ക് ദൈവശബ്ദത്തെ തിരിച്ചറിയേണ്ടും തിരിച്ചറിയുവാൻ കഴിയാതെ പോകാറുണ്ട്. എന്നാൽ പലപ്പോഴും നിർണായകങ്ങളാകുന്ന ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ ദൈവശബ്ദം നമ്മെ തട്ടി ഉണർത്തുകയും ചൈതന്യവും ശക്തിയും നൽകുകയും ചെയ്യും. 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, ദൈവമേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന് ശമൂവേൽ ദൈവത്തോട് സംസാരിക്കുന്നു. ഈ ശബ്ദം കേൾക്കുമ്പോൾ ശമൂവേൽ ആ കാലത്തെ പുരോഹിതനായിരുന്ന ഏലിയുടെ അടുക്കൽ ചെന്നു, അങ്ങെന്നെ വിളിച്ചുവോ എന്ന് ചോദിക്കുകയാണ്. അതെ, മനുഷ്യ ശബ്ദം പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും ചൈതന്യവും പകരുന്ന ഒന്നാണെന്ന് നാം മറന്നു പോകരുത്. മനുഷ്യ ശബ്ദം പലപ്പോഴും നമ്മൾക്ക് ശൂന്യതകൾ വരുത്തുമ്പോൾ ദൈവശബ്ദം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ജീവനും ചൈതന്യവും പകരുകയും ചെയ്യുന്ന ഒന്നാണെന്നും നാം മറന്നു പോകരുത്. അപ്പോൾ ഏലിയുടെ വാക്ക് കേട്ട് ശമൂവേൽ പറയുകയാണ്, ദൈവമേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം. അതെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിയോഗങ്ങൾ നൽകുന്ന ദൈവവും ദൈവശബ്ദം കേൾക്കുന്ന ദൈവഭക്തനും. അതെ, നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നാം വളരുകയും ഉണരുകയും ഉയരുകയും ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിന് കാരണമായിത്തീരും. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാരോട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം തൻ്റെ വചനത്തിലൂടെയും തൻ്റെ ആത്മാവിലൂടെയും തൻ്റെ ദാസന്മാരിലൂടെയും ദൈവം നമ്മോട് അരുളി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പലപ്പോഴും അത് കേൾക്കേണ്ടുന്ന വണ്ണം കേൾക്കുവാൻ കഴിയാതെ മനുഷ്യ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നവരായി മനുഷ്യരുടെ മുമ്പിൽ മുട്ടിത്തിരിഞ്ഞ് തകർന്ന് നശിച്ച് ക്ഷീണിച്ച് പരാജയപ്പെട്ട് തെറ്റിലകപ്പെട്ട് തകർന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് നമുക്കുണ്ടാകേണ്ടുന്ന കാഴ്ചപ്പാട്, ദൈവമേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന വാഞ്ചയോടെ ദൈവഹിതത്തിനായി സമർപ്പിക്കുന്ന ഒരു സ്വഭാവവും ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവിക ചിന്തയും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം തീർച്ചയായും നമ്മോട് ഇടപെടുകയും ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ ചൈതന്യത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ശബ്ദത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.